പറയാം. അവരാണ് ഈ നേട്ടങ്ങൾ കൈവരിക്കുന്നത്. ആധുനികമായ ഒരു കാലഘട്ടത്തിൽ വലിയ ജനകീയ മുന്നേറ്റങ്ങളാണ് ലോകത്തിന്റെ ഗതിവിഗതികളെ മാറ്റിമറിച്ചത്. നമ്മളൊക്കെ ചരിത്രം പഠിച്ച് കടന്നു വന്നവരാണ്. ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരം, റഷ്യൻ വിപ്ലവം, ഫ്രഞ്ച് വിപ്ലവം, അങ്ങനെ നിരവധിയായ ജനകീയ മുന്നേറ്റങ്ങൾ അതാത് കാലഘട്ടത്തിലെ വ്യവസ്ഥിതികളെ മാറ്റിമറിച്ചത് നമ്മൾ കണ്ടു. ആധുനിക കാലഘട്ടത്തിലെ വിപ്ലവകാരി ഏറ്റവും അറിവ് സ്വായത്തമാക്കിയത്, അതിലൂടെ നേട്ടങ്ങൾ കൈവരിക്കാൻ പ്രാപ്തിയുള്ളത്, അതിലൂടെ പുതിയ പുതിയ ഇന്നവേഷനുകളിലേക്ക് പുതിയ കണ്ടെത്തലുകളിലേക്ക് അഭിമാന പുരസ്സരം നാടിനെ നയിക്കുന്ന നിങ്ങളാണ് ആധുനിക കാലഘട്ടത്തിലെ വിപ്ലവകാരി. നിങ്ങളിലൂടെയാണ് ഈ രാജ്യം ലോകത്തെ കീഴടക്കാവുന്ന ജൈത്രയാത്രയ്ക്ക് തുടക്കം കുറിക്കുന്നത്. തദ്ദേശ പ്രസംഗത്തിൽ നമ്മുടെ പ്രിൻസിപ്പലുകളെ പറഞ്ഞു, ലോകത്തിലെ ഏറ്റവും ചെറുപ്പമായ ഒരു രാജ്യത്ത് നമ്മൾ നിൽക്കുകയാണ്. ലോകം മുഴുവൻ എന്ന് വർദ്ധിക്കുന്നില്ല. അമേരിക്കയാകട്ടെ, യൂറോപ്പാകട്ടെ, ഗൾഫ് നാടുകളാകട്ടെ, ചൈനയാകട്ടെ, അവരുടെ എല്ലാം ജനസംഖ്യയുടെ 60-65% മധ്യവയസ്കരും അതിന്റെ മുകളിലേക്കുള്ള ആളുകളായി മാറുമ്പോൾ ഇന്ന് ഇന്ത്യയുടെ ജനസംഖ്യയുടെ 60-65% നിങ്ങളെ പോലുള്ള യുവാക്കളും വിദ്യാർത്ഥികളുമാണ്. അവരെ അറിവിന്റെ അടിത്തറയിൽ നിന്നുകൊണ്ട് അറിവിന്റെ അടിത്തറയിൽ കാലുറപ്പിച്ച് നിർത്തി ലോകം കീഴടക്കാനുള്ള ഒരു ജൈത്രയാത്രയ്ക്ക് നമ്മുടെ രാജ്യം ഇന്ന് മുന്നോട്ട് പോവുകയാണ്. ചരിത്രത്തിലേക്കുള്ള ഒരു മടക്ക യാത്രയാണ്. കാരണം ഒരു കാലഘട്ടത്തിൽ നൂറ്റാണ്ടുകൾക്കപ്പുറത്ത് ലോകത്തിന്റെ സമ്പന്നത കുടികൊണ്ടിരുന്ന ഒരു രാജ്യമാണ് നമ്മുടെ രാജ്യം. ലോക റവന്യൂവിന്റെ 23% ഈ രാജ്യത്ത് നിന്നായിരുന്നു. അവിടെയാണ് 250 വർഷക്കാലം വൈദേശിക ആധിപത്യം നമ്മളെ വേട്ടയാടി. ഈ രാജ്യത്തിന്റെ എല്ലാ നേട്ടങ്ങളും തച്ചുടയ്ക്കപ്പെട്ടു. ഈ രാജ്യത്തിന്റെ മഹിമ ഉയർത്തിപ്പിടിക്കുന്ന മുഴുവൻ സംരംഭങ്ങളും തകർത്തപ്പെട്ടു. പച്ചയായി പറഞ്ഞാൽ ഈ രാജ്യം കൊള്ളയടിച്ചു. ഈ രാജ്യത്ത് നൂറ്റാണ്ടുകൾക്ക് ശേഷം സ്വാതന്ത്ര്യത്തിന്റെ പ്രഭാതത്തിലേക്ക് കടന്നു പോകുമ്പോൾ ലോക റവന്യൂവിന്റെ 23% ഉണ്ടായിരുന്ന ഒരു രാജ്യം 1% താഴെയായി ഒരു മുട്ടുസൂചി പോലും ഉത്പാദിപ്പിക്കാൻ ശേഷിയില്ലാത്ത ഒരു രാജ്യമായി നമ്മൾ മാറി. ശൂന്യതയിൽ നിന്നാണ് നമ്മുടെ പ്രയാണം ആരംഭിച്ചത്. വൈവിധ്യമാകുന്ന ജനസമൂഹം, നൂറുകണക്കിന് ജാതി, മതം, ഭാഷ, സംസ്കാരം, വൈവിധ്യങ്ങൾ നിറഞ്ഞ ഒരു രാജ്യം. വിദേശത്ത് നിന്ന് ഭക്ഷ്യധാന്യങ്ങൾ കയറ്റുമതി ചെയ്യുന്ന കപ്പലുകൾ തീർത്തെടുത്തില്ലെങ്കിൽ പട്ടിണി മരണം ഉണ്ടാകുന്ന ഒരു രാജ്യം. ആ രാജ്യത്തെയാണ് ഈ വൈവിധ്യങ്ങളെല്ലാം ഒരു പൂന്തോട്ടത്തിൽ വിരിഞ്ഞു നിൽക്കുന്ന നൂറുകണക്കിന് വർണ്ണമനോഹരമായ പുഷ്പങ്ങൾ പോലെ ഈ വൈവിധ്യങ്ങളെ ഈ രാജ്യത്തിന്റെ അലങ്കാരമാക്കി മാറ്റി ഈ ജനസമൂഹത്തിൽ ചേർത്ത് നിർത്ത് ഈ വൈവിധ്യങ്ങൾക്കപ്പുറത്ത് നിന്നുകൊണ്ട് ലോകത്ത് ഏറ്റവും പുരോഗതി പ്രാപിക്കുന്ന ഒരു രാജ്യമായി നമ്മുടെ രാജ്യത്തെ മാറ്റിയെടുക്കാൻ നമ്മുടെ 947 മുതൽ ഇങ്ങോട്ടുള്ള ഈ രാഷ്ട്രത്തെ ദീർഘവീക്ഷണത്തോടെ നയിച്ച ഭരണകർത്താക്കൾക്ക് കഴിഞ്ഞു. അതിന് പിന്തുണ നൽകാൻ ഈ നാടിന്റെ ജനസമൂഹത്തിന് കഴിഞ്ഞു എന്നുള്ള യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയണം. ഇത്രയും കാലം നമ്മുടെ നാട്ടിൽ പഠിക്കുന്നവരൊക്കെ അവർ ചിന്തിക്കുന്നത് എന്ത് പഠിച്ചാൽ ഗൾഫിൽ ഒരു ജോലി കിട്ടും, എന്ത് പഠിച്ചാൽ യൂറോപ്പിലോ അമേരിക്കയിലോ ഓസ്ട്രേലിയയിലോ കാനഡയിലോ ഒക്കെ കടന്നു പോകാം എന്നുള്ള ചിന്തയിലാണ് ഓരോ മാതാപിതാക്കളും കുട്ടികളെ പഠിപ്പിച്ചുകൊണ്ടിരുന്നത്. അവിടേക്കുണ്ടാകുന്ന പ്രതിസന്ധികൾ മാധ്യമങ്ങളിലൂടെ, ദൃശ്യമാധ്യമങ്ങളിലൂടെ നിങ്ങൾ കാണുന്നു. നിരവധിയായ പ്രശ്നങ്ങളാണ് പ്രദേശത്തൊക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ലക്ഷക്കണക്കിന് ആളുകൾ നാട്ടിലേക്ക് മടങ്ങിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ നമുക്ക് അന്യരാജ്യങ്ങളിലേക്കുള്ള തൊഴിലാളികളെയല്ല, മറിച്ച് ഈ മണ്ണിൽ കാലുറപ്പിച്ചു നിന്ന് ഇവിടെ ജീവിത വിജയം നേടുന്ന മികച്ച ഇന്നോവേറ്റീവ് സ്കില്ലുള്ള ഓണ്ടർപ്രണർഷിപ്പുള്ള ഒരു പുതിയ തലമുറയെ ഈ നാട്ടിൽ വളർത്തിയെടുക്കുക എന്നുള്ളത് ഏറ്റവും അത്യന്താപേക്ഷിതമായ ഒരു കാലഘട്ടത്തിൽ നമ്മൾ നിൽക്കുക. അപ്പോൾ നമുക്ക് സംരംഭകരെ പ്രോത്സാഹിപ്പിക്കണം. ഓണ്ടർപ്രണർമാർ നമ്മുടെ നാട്ടിൽ ഉണ്ടാകണം. നിങ്ങൾ ഓരോരുത്തരും തൊഴിലാളികളാകാനല്ല, മറിച്ച് സംരംഭകരാകാൻ.
കാഴ്ചപ്പാടുകളുള്ളവരായി മാറാൻ, സ്വന്തം കാലിൽ നിൽക്കാൻ, ഈ നാടിന്റെ പുരോഗതിയിൽ സംഭാവന ചെയ്യാൻ കഴിയുന്ന മികവിന്റെ പ്രതീകങ്ങളായി നിങ്ങൾ ഓരോരുത്തരും മാറണമെന്ന് നമ്മളെല്ലാവരും ആഗ്രഹിക്കുകയാണ്. അതുകൊണ്ടാണ് നിങ്ങളുടെ ഈ ചടങ്ങ് ഈ നാട് മുഴുവൻ സ്നേഹത്തോടുകൂടി നിങ്ങളെ സ്വീകരിക്കാനും നിങ്ങൾക്ക് സ്നേഹ അഭിനന്ദനങ്ങൾ അറിയിക്കാനും ഇവിടെ ഒത്തുകൂടിയിരിക്കുന്നത്. അതുകൊണ്ട് ഇവിടെ കൊണ്ട് അവസാനിച്ചില്ല, നിങ്ങളുടെ ഒരു യാത്രയുടെ തുടക്കം. ഇനി അങ്ങോട്ടുള്ള യാത്ര നിങ്ങളുടെ കഴിവുകൾ മാറ്റിവെക്കപ്പെടുന്ന ഒരു യാത്രയാണ്. ആധുനിക സമൂഹത്തിൽ വ്യക്തിക്കണം പ്രാധാന്യം. ഒരു വ്യക്തി അവന്റെ മികവുകൾ, അവന്റെ സംഭാവനകൾ, അതാണ് ആധുനിക സമൂഹത്തിൽ മാറ്റിവെക്കപ്പെടുന്നത്. അവിടെ നിങ്ങളുടെ മാറ്റ് തെളിയിക്കാൻ നിങ്ങൾക്ക് കഴിയണം. പരിമിതികൾ നിങ്ങളെ വേട്ടയാടാൻ പാടില്ല. ജീവിതത്തിൽ പരിമിതികളിലൂടെ കടന്നു വന്ന ധാരാളം ആളുകൾ നമ്മുടെ മുന്നിലുണ്ട്. എനിക്ക് ഈ പരിമിതി ഉണ്ടല്ലോ, എന്റെ സാമ്പത്തികമായ പരിമിതി അല്ലെ സാമൂഹികമായ പരിമിതി എനിക്ക് മുന്നോട്ട് പോകാനുള്ള എന്റെ പ്രതിസന്ധിയാണ് എന്ന് ചിന്തിക്കുന്ന ആളുകൾ അവർ ജീവിതത്തിൽ എവിടെയും എത്തിച്ചേരില്ല. പ്രതിസന്ധികളെ വെല്ലുവിളിയായി സ്വീകരിക്കുന്നവരാണ് ജീവിതത്തിൽ വിജയം നേടുന്നത്. ഇന്ത്യയുടെ രാഷ്ട്രപതി കസേരയിൽ ആദ്യമായി കൊച്ചു കേരളത്തിൽ നിന്ന് കടന്നുപോയത് നമ്മുടെ നാട്ടുകാരനായ KR നാരായണൻ. കാലിടാനൊരു ചെരുപ്പില്ലാതെ, ഇടാനൊരു ഷർട്ടില്ലാതെ, ഒട്ടിയ വയറും കുഴിഞ്ഞ കണ്ണുകളുമായി പട്ടിണി കിടന്ന് സ്കൂളിൽ പോയി പഠിച്ച് സ്കോളർഷിപ്പ് വാങ്ങി കോളേജിൽ പഠിച്ച് അവിടെ നിന്ന് സ്കോളർഷിപ്പ് വാങ്ങി ലണ്ടൻ സ്കൂൾ ഓഫ് എക്കണോമിക്സിൽ പോയി ഏറ്റവും മികവാർന്ന രീതിയിൽ വിജയം നേടി നാട്ടിലേക്ക് തിരിച്ചു പോരുമ്പോൾ അദ്ദേഹത്തിന്റെ അധ്യാപകൻ അദ്ദേഹത്തിന്റെ ഒരു കത്ത് കൊടുത്തു. അധ്യാപകൻ ലോക പ്രശസ്തനാണ്, ഹരോൾഡ് ലാസ്കി, ലോകമറിയുന്ന സാഹിത്യകാരനാണ്. അദ്ദേഹം പറഞ്ഞു, ഇന്ത്യയിലെ പ്രധാനമന്ത്രി എന്ന സുഹൃത്താണ്, ഈ കത്ത് അദ്ദേഹത്തിന്റെ കയ്യിൽ നിങ്ങൾ ഏൽപ്പിക്കണം. അദ്ദേഹം ഡൽഹിയിൽ വന്നു. അന്നത്തെ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവാണ്. ജവഹർലാൽ നെഹ്റുവിനെ കാണാൻ വേണ്ടി 2 ദിവസം അദ്ദേഹത്തിന്റെ ഓഫീസിൽ പോയി. കാണാൻ കഴിഞ്ഞില്ല, കൂടുതൽ നിൽക്കാനുള്ള സാമ്പത്തിക ശേഷിയില്ല. ഈ കത്ത് അദ്ദേഹത്തിന്റെ ഓഫീസിൽ ഏൽപ്പിച്ച് അദ്ദേഹം മടങ്ങി. ഈ കത്ത് കണ്ട പ്രധാനമന്ത്രി ചോദിച്ചു, കത്ത് കൊണ്ടുവന്നയാൾ എവിടെ? ഓഫീസ് പറഞ്ഞു അദ്ദേഹം മടങ്ങി. അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ കണ്ടെത്തണം, ഇവിടെ എന്റെ മുന്നിൽ കൊണ്ടുവരണം. അവർ തപ്പിത്തിരഞ്ഞ് റെയിൽവേ സ്റ്റേഷനിൽ ട്രെയിൻ കയറാൻ നിന്ന KR നാരായണനെ കണ്ടെത്തി. അദ്ദേഹത്തെ പ്രധാനമന്ത്രിയുടെ മുന്നിൽ കൊണ്ടുവന്നു. ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായി IFS പാസ്സാകാൻ ഒരാളെ നേരിട്ട് ഇന്ത്യയുടെ വിദേശകാര്യ സർവീസിൽ നിയമിക്കുന്നത് KR നാരായണനെയാണ്. അവിടെ നിന്ന് ചൈനയുടെ അമേരിക്കയുടെ അടക്കം അംബാസഡറായി. അദ്ദേഹം ഔദ്യോഗിക ജീവിതം അവസാനിപ്പിച്ച് തിരിച്ചു വരുന്ന ദിവസം കോട്ടയത്ത് TV വെച്ച് അദ്ദേഹത്തെ കാണാൻ ഞങ്ങൾക്ക് അവസരമുണ്ടായി. അദ്ദേഹം വന്നു. അദ്ദേഹത്തെ ഞങ്ങൾ പോയി പരിചയപ്പെട്ടു. വളരെ സന്തോഷത്തോടെ സംസാരിച്ചു. അദ്ദേഹം ചോദിച്ചു, ഇവിടുത്തെ മാർക്കറ്റ് എവിടെയാണ്? എനിക്കൊന്ന് മാർക്കറ്റിൽ പോകണം. ഞാൻ പറഞ്ഞു, ഞങ്ങൾ കൂടെ വരാം. അദ്ദേഹത്തിന്റെ കാറിൽ കയറി ഞങ്ങൾ മാർക്കറ്റിൽ പോയി. കുറച്ച് അരി, പച്ചക്കറി, കുറച്ച് വീട്ടു സാധനങ്ങളൊക്കെ വാങ്ങിക്കുക.